ആറ്റിങ്ങൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലങ്ങളിൽ മത്സരിച്ച ബി.ജെ.പി സ്ഥാനാർത്ഥികൾക്ക് CPM-ന്റെയും മറ്റു ഇടതുമുന്നണി ഘടകകക്ഷികളെയും വോട്ടുകൾ ലഭിച്ചെന്ന് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി രാജേഷ്. അടുത്ത വർഷം തരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും ജില്ലാ നേതൃത്വം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് പുറത്തുനിന്ന് 10,000-കണക്കിന് വോട്ടുകൾ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോഴേക്കും അതിലേറ്റവും കൂടുതൽ വോട്ടുകൾ വന്നിട്ടുള്ളത് LDF-ൽ നിന്നാണ്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ സംസാരിക്കുമ്പോഴേക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി താമസിക്കുന്ന അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്ന ആ പ്രദേശത്തെ ബൂത്ത് ഉൾപ്പെടെ ഞങ്ങളാണ് ലീഡ് ചെയ്തത്. തിരുവനന്തപുരത്ത് നിന്നുള്ള മന്ത്രിമാർ, എല്ലാ മന്ത്രിമാരുടെയും ബൂത്തുകളിൽ ലീഡ് ചെയ്ത് ഞങ്ങളാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുടെ ബൂത്തിൽ ലീഡ് ചെയ്തത് BJP ആണ്. തിരുവനന്തപുരത്തെ LDF-ന്റെ പല MLA-മാരുടെയും വീടിരിക്കുന്ന ബൂത്തുകൾ ലീഡ് ചെയ്തത് BJP ആണ്. ഇടതു പ്രവർത്തകരുടെ പിന്തുണയോടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ മേൽക്കൈ നേടുകയാണ് BJP-യുടെ ലക്ഷ്യം. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളായിരിക്കും ഇനി തീരുമാനിക്കുക. തിരുവനന്തപുരത്ത് 5 നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP മുന്നിലെത്തിയത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ നേട്ടം ആവർത്തിക്കുകയാണ് BJP ലക്ഷ്യമിടുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.